യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സഭയിൽ അൽമായരുടെ പങ്കാളിത്തത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് അൽമായരും സഭയിലെ സമർപ്പിതരും വൈദികരുമെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വിഷയം നമ്മൾ തുടർന്ന് ഈ എപ്പിസോഡിലും ചർച്ച ചെയ്യുകയാണ്. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വൈദികരും അൽമായരും ഒരുമിച്ച് സഹകരിച്ച് ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെയാണ് സാക്ഷ്യം വഹിക്കേണ്ടത് എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് നമുക്ക് പ്രായോഗികമാക്കുക എന്നുകൂടി ഒന്ന് പറയുന്നത് നന്നായിരിക്കും. സഭാശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വൈദികരും അൽമായരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന കാര്യത്തിന് വസ്തുതയ്ക്ക് രണ്ടാം വത്തിക്കാൻ സൂനോകദോസ് പ്രാധാന്യം കൊടുക്കുന്നു. വൈദികർ തങ്ങളുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെയും അൽമായർ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന രാജകീയ പൗരോഹിത്യം പൊതു പൗരോഹിത്യത്തിലൂടെയും ആണ് ഒരുമിച്ച് പ്രവർത്തിച്ച് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് വൈദികർ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധ പൗരോഹിത്യം വഴിയായിട്ട് അവർ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. അത് ജനത്തെ വിശുദ്ധീകരിക്കുകയും പഠിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ആ ദൗത്യം, അതായത് ക്രിസ്തുവിൻ്റെ ത്രിവിധ ധർമ്മങ്ങളിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ഈ ത്രിവിധ ദൗത്യങ്ങളിൽ വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക, നയിക്കുക എന്ന ഈ ധർമ്മങ്ങളിൽ അൽമായരും തങ്ങളുടെ പൊതു പൗരോഹിത്യം വഴിയായിട്ട് പങ്കുചേരുന്നു എന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, വൈദികർ തങ്ങളുടെ വിശുദ്ധ ബലി അർപ്പണത്തിലൂടെയും കൂദാശകളുടെ പരികർമ്മത്തിലൂടെയും വചനപ്രഘോഷണത്തിലൂടെയും ദൈവജനത്തെ വിശുദ്ധീകരിക്കുകയും അവരെ ആത്മീയമായിട്ട് പരിപോഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ, അൽമായർ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ രാജകീയ പൗരോഹിത്യം വഴിയായിട്ട് അതിൽ പങ്കുചേരുകയും, ഉദാഹരണമായിട്ട് വിശുദ്ധ ബലി പുരോഹിതന് അർപ്പിക്കുമ്പോൾ തൻ്റെ ശുശ്രൂഷാ പൗരോഹിത്യം വഴി തനിക്ക് ലഭിച്ചിട്ടുള്ള ഈ ദാനത്തിലൂടെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, അപ്പോൾ ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് ജോയിൻ ചെയ്തുകൊണ്ട് അത് പൊതുപൗരോഹിത്യത്തിൻ്റെ യോഗ്യതയിലാണ് പങ്കാളികളാവുകയും വിശുദ്ധ ബലിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ആ അർപ്പണത്തിലൂടെ ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴിയും വചനം ശ്രവിക്കുന്നത് വഴി അതിൻ്റെ മെസ്സേജ് സ്വീകരിക്കുന്നത് വഴിയും ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്യുകയാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് അവർ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈ വിശുദ്ധീകരണം തങ്ങളെ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തുന്നുള്ളതാണ്. സ്വാധീനം ചെലുത്തേണ്ടതാണ് വിശുദ്ധീകരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊന്ന് സൂചിപ്പിച്ചതുപോലെ ലോകത്തെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ടുള്ള ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ഈ ശുശ്രൂഷാ പൗരോഹിത്യം നിർവഹിക്കുന്ന, അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന ആ ധർമ്മത്തിൽ പങ്കുചേർന്നുകൊണ്ട് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച്
ഈ വിശുദ്ധീകരണം തങ്ങൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഈ ആളുകൾ അവർ 3 തരത്തിലുള്ള ധർമ്മം നിർവഹിക്കുകയാണ്, ദൗത്യം നിർവഹിക്കുകയാണ്. അതിലൊന്ന് വിശുദ്ധീകരണ ധർമ്മം, 2 പ്രവാചക ധർമ്മം, 3-മത്തേത് ഇടയധർമ്മം, നയിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പണ്ട് വിശുദ്ധ കുർബാന കഴിഞ്ഞ് ലത്തീൻ റീത്തിൽ പറയുന്ന ദിവ്യപൂജ സമാപിച്ചു എന്നാണ്. ദ മാസ് ഈസ് എൻഡഡ്, ഗോ ആൻഡ് ഇൻ പീസ് ടു ലവ് ആൻഡ് സെർവ് ദ ലോഡ് എന്ന് പറയുന്നു. ദിവ്യപൂജ സമാപിച്ചു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പോവുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇങ്ങനെ ദൈവം നമ്മളെ അയക്കുകയാണ്, പറഞ്ഞയക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത വിശ്വാസികൾ അവരെ പറഞ്ഞയക്കുകയാണ്. എന്നുവെച്ചാൽ കുർബാന പള്ളിയിൽ അവസാനിക്കുന്നില്ല, ജീവിതത്തിൽ തുടരുകയാണ്. ബലിയർപ്പണത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട്, ഊർജം സ്വീകരിച്ചുകൊണ്ട് ഒരു ബലിയായിട്ട് തീരാനായിട്ട് പോവുകയാണ് വാസ്തവത്തിൽ. അത് ഈ സീറോ മലബാർ കുർബാനയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ ചൊല്ലുന്ന മനോഹരമായിട്ടുള്ള വളരെ ദീർഘമുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ അവരുടെ തീർത്ഥാടനം തുടരുകയാണ്. ഈ തീർത്ഥാടനത്തിൻ്റെ അവസാനം അതേക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞങ്ങൾ എങ്ങനെയാണ് ഈ ദേവാലയത്തിൽ സഞ്ചരിച്ച പാദങ്ങൾ പ്രകാശത്തിൻ്റെ സ്ഥലത്ത് സഞ്ചരിക്കുവാൻ യോഗ്യമാകട്ടെ എന്നൊക്കെ തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള കീർത്തനം പാടിയ, ദേവാലയത്തിൽ കീർത്തനം പാടിയ നാവുകൾ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ ഇടയാകട്ടെ എന്ന് പറയുന്ന. അപ്പം ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ച ആളുകൾ തീർത്ഥാടകരായിട്ട് ഈ ഭൂമിയിൽ വീണ്ടും തുടരുകയും ആ തീർത്ഥാടനം അവസാനം നിത്യതയിൽ സ്വർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്യേണ്ട ഒരു തീർത്ഥാടനമാണ്. അപ്പോൾ അത് വിശുദ്ധ കുർബാന സ്വീകരിച്ച ആളുകൾ സാറ് പറഞ്ഞതുപോലെ അവരുടെ ബലി ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. പള്ളിയിൽ ബലി കഴിഞ്ഞോളൂ, ജീവിതം തുടരണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് സാക്ഷ്യം വഹിക്കുന്നത്? തങ്ങളുടെ കുടുംബങ്ങളിൽ ആദ്യമായിട്ട്. നമുക്കതേക്കുറിച്ച് ഒരല്പം കൂടി, തങ്ങളുടെ കുടുംബങ്ങളിൽ, തങ്ങളുടെ വർക്ക് പ്ലേസിൽ, തങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ തങ്ങളുടെ ഇടപെടലുകളിൽ, പല കാര്യങ്ങളിൽ, ചിലപ്പം തങ്ങളുടെ ബന്ധങ്ങളിൽ ഒരുപാട് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ദിവസം ഇത് എത്രയോ ആളുകളെ കണ്ടുമുട്ടുന്നുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഒരു ഡോക്ടർ, ഒരു അധ്യാപകന്, പാടത്ത് പണി ചെയ്യുന്ന ആളുകൾ, എത്രയോ ആളുകളാണ്. അപ്പം തങ്ങളുടെ ബന്ധങ്ങളിൽ, തങ്ങളുടെ ഇടപെടലുകളിൽ, തങ്ങളുടെ തീരുമാനങ്ങളിൽ ഓരോരുത്തരും തീരുമാനം എടുക്കുന്നുണ്ട്. ആ തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിലാണ്, ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലാണ് എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രാർത്ഥനാപൂർവ്വം എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ടെന്നുള്ളതാണ്. തങ്ങളുടെ മനോഭാവങ്ങളിൽ, തങ്ങളുടെ പ്രതികരണങ്ങളിൽ. ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരാൾ സംസാരിക്കും എന്നുള്ളൊരു കാര്യമാണ്, ഒരവസരം ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് റിയാക്ട് ചെയ്യുക എന്നുള്ളത്. അതെ, റിയാക്ട് ചെയ്യുക. ആ റിയാക്ഷനൊക്കെ അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ പ്രതികരണങ്ങളിലൊക്കെ നമ്മൾ വെളിപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ വെളിപ്പെടുത്തുന്നത്, അപ്പോൾ ഈ പോകുന്നിടങ്ങളിലെല്ലാം നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത്. സാക്ഷ്യമാവും. എന്തോ അതൊരു വലിയ സാക്ഷ്യമാണ്. നമ്മളെവിടെയാണെങ്കിലും പ്രതിഫലിക്കുക, നമ്മുടെ ആ വിശ്വാസം നമ്മൾ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ്, സ്വാഭാവികമായിട്ട് തന്നെ പ്രതിഫലിക്കുന്നുള്ളതാണ്. അങ്ങനെയാണ് പറയുന്നത്, ലോകത്തെ മുഴുവനും വിശുദ്ധീകരിക്കുന്നു. ആത്മാവിൻ്റെ ലോകത്തിലായിരുന്നു കൊണ്ട് ലോകത്തെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെയുള്ള എത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുന്ന വ്യക്തികൾ, അവരുടെ വാക്കുകളിലും പെരുമാറ്റത്തിലും. അപ്പം തങ്ങളെ തന്നെ ഒരു ആരാധനയായിട്ട് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ പ്രവാചകരായിട്ട് പ്രവാചക ദൗത്യം നിർവഹിക്കുകയാണ്. അത് ഈ തിരുസഭ എന്ന പ്രമാണരേഖയിൽ അൽമായരെങ്ങനെയാണ് പ്രവാചക ദൗത്യം നിർവഹിക്കുന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് വൈദികരെ പോലെ, മെത്രാന്മാരെ പോലെയൊക്കെ പ്രസംഗപീഠങ്ങളിൽ, വചനവേദികളിൽ നിന്ന് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവരുടെ വിളി അനുസരിച്ച് സാധിക്കുകയില്ല. പക്ഷേ അവർ ജീവിതം വഴി പ്രഘോഷിക്കുന്നു എന്നുള്ളതാണ്. ജീവിതം വഴി നമ്മൾ സംസാരിക്കുകയുണ്ടായി, വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ
സഭാംഗങ്ങളായിട്ടുള്ള സഹോദരന്മാരോട് എങ്ങനെയാണ് ദൈവവചനം പ്രഘോഷിക്കേണ്ടതെന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുന്നത് നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ വാക്കുകൊണ്ട് പറയാവൂ. സുവിശേഷം പ്രഘോഷിക്കാവൂ. ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കണം എന്ന് പറയുന്നത് അതെല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അത് ആത്മാരോട് മാത്രമല്ല, ജീവിതം കൊണ്ടുള്ള പ്രഘോഷണം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ വചനം കൊണ്ട് പ്രഘോഷിക്കാനായിട്ട്, അധരം കൊണ്ട് പ്രഘോഷിക്കാനായിട്ട് അൽമായർക്ക് എല്ലാവർക്കും സാധിക്കുന്നവരെയല്ല. പക്ഷേ വചനം അധരം കൊണ്ട് എന്തോ ഇന്നൊരുപാട് ആത്മാര് വചനപ്രഘോഷണ വേദിയിലുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അത് രണ്ടാം വത്തിക്കാൻ സുനകദോസിന് ശേഷം ആ ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അതിനുള്ള ട്രെയിനിങ്, അതിനുള്ള പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ആളുകൾ അത് ചെയ്യുന്നു. പക്ഷേ വിശുദ്ധ കുർബാനയ്ക്കിടയിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ അത് വൈദികന്, ഡീക്കന്മാർക്ക് അവരാണ്. അല്ലാത്ത എത്രയോ വേദികൾ അവരുടെ വചനപ്രഘോഷണം കേട്ട് സാറ് തന്നെ എത്രയോ വർഷങ്ങളായി, എനിക്ക് തോന്നുന്നൊരു 40 വർഷം പിന്നിട്ടു. 47 വർഷം പിന്നിട്ടു എന്നുള്ളതാണ്. അപ്പോൾ എത്രയോ മനുഷ്യർ അതാണ് അങ്ങനെ വചനപ്രഘോഷണം വഴിയായിട്ട്. ഇപ്പോൾ 2 തരത്തിൽ ഒരു ജീവിത മാതൃക വഴിയായിട്ട് ആണ്. തിരുസഭയുടെ പ്രമാണരേഖയിൽ 35-ാമത്തെ ഖണ്ഡികയിൽ അൽമായർ എങ്ങനെയാണ് ഈ പറയുന്ന പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്, പുരോഹിതൻ്റെ ദൗത്യം എന്ന് പറയുന്നത് വിശുദ്ധീകരണയ്ക്ക് എന്നുള്ള ആ ദൗത്യത്തിൽ എങ്ങനെ പങ്കുചേരുന്നു എന്ന് നമ്മൾ പറയുന്നു. പ്രവാചക ദൗത്യം അതിൽ തിരുസഭ എന്ന പ്രമാണരേഖയിൽ 35-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഒന്ന് വായിക്കാവോ? സ്വജീവിതത്തിൻ്റെ സാക്ഷ്യത്താലും വചനത്തിൻ്റെ ശക്തിയാലും പിതാവിൻ്റെ രാജ്യം പ്രഖ്യാപനം ചെയ്ത മഹാപ്രവാചകനായ ക്രിസ്തു തൻ്റെ പ്രവാചക ധർമ്മം സ്വമഹത്വത്തിൻ്റെ പൂർണ്ണമായ പ്രത്യക്ഷീകരണ നാൾ വരെ പൂർത്തിയായിക്കൊണ്ടിരിക്കും. അതായത് ക്രിസ്തു അതായത് പിതാവിനെ വെളിപ്പെടുത്തുകയും തൻ്റെ പ്രവാചക ദൗത്യം വാക്കിലും പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. തുടർന്ന് അവിടുത്തെ നാമത്തിലും ശക്തിയാലും പഠിപ്പിക്കുന്ന ഹൈറാർക്കി വഴി മാത്രമല്ല, അവിടുന്ന് തൻ്റെ സാക്ഷികളാക്കുകയും വിശ്വാസത്തെ മനസ്സിലാക്കാനുള്ള ശക്തിയും പ്രസംഗപരവും പ്രദാനം ചെയ്യുകയും ചെയ്ത അൽമായർ വഴിയും ഇത് നിർവഹിക്കുന്നു. അൽമായർ വഴിയും, അതായത് ക്രിസ്തു പിതാവിന് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സാക്ഷ്യം നൽകിയതുപോലെ ആണ്. അത് ഹൈറാർക്കി വഴി മാത്രമല്ല എന്ന് പറഞ്ഞാൽ മെത്രാന്മാരും വൈദികരും വഴി മാത്രമല്ല, അൽമായർ വഴിയായിട്ടും ഇതാണ്. അങ്ങനെയാണ്. അവിടുന്ന് തൻ്റെ സാക്ഷികളാക്കുകയും അവിടുത്തെ നാമത്തിലും ശക്തിയിലും പഠിപ്പിക്കുന്ന ഹൈറാർക്കി വഴി മാത്രമല്ല, അവിടുന്ന് തൻ്റെ സാക്ഷികളാക്കുകയും വിശ്വാസത്തെ മനസ്സിലാക്കാനുള്ള ശക്തിയും പ്രസാദപരവും പ്രദാനം ചെയ്യുകയും ചെയ്ത അൽമായർ വഴിയും ഇത് നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ പ്രവാചക ദൗത്യം. അൽമായർ വഴി അത് 2 തരത്തിലുള്ള പ്രഘോഷണമാണെന്ന് പ്രമാണരേഖ പറയുന്നു. ഒന്ന് ജീവിത മാതൃകയാലും പിന്നെ വചനത്താലും എന്നുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും ഈ സാർ വായിച്ച ഈ 35-ാമത്തെ ഖണ്ഡികയിൽ അവസാനം പറയുന്നൊരു കാര്യമാണിത്. എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഈ സുവിശേഷ പ്രഘോഷണം. ഈ വിശ്വാസമാകട്ടെ പ്രതീക്ഷാർഹമായവയുടെ അച്ചാരമാണ്. ഈ സുവിശേഷ പ്രചാരണം അതായത് ജീവിത മാതൃകയാലും വചനത്താലും നടത്തുന്ന ക്രിസ്തുവിൻ്റെ അവതരണം ലോകത്തിലെ അനുദിന സാഹചര്യങ്ങളിൽ നിർവഹിക്കപ്പെടുന്നതിനാൽ തന്നെ അതിനൊരു പ്രത്യേക വൈശിഷ്ട്യവും ശക്തിയും സിദ്ധിക്കുന്നു. നോക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ സുവിശേഷ പ്രചാരണം ജീവിത മാതൃകയാലും വചനത്താലും നടത്തുന്ന ക്രിസ്തുവിൻ്റെ അവതരണവും ലോകത്തിൻ്റെ അനുദിന സാഹചര്യങ്ങളിൽ നിർവഹിക്കപ്പെടുന്നതിനാൽ അതിനൊരു പ്രത്യേക വൈശിഷ്ട്യവും ശക്തിയും സിദ്ധിക്കുന്നു എന്നുള്ളതാണ്. അനുദിന സാഹചര്യങ്ങളിൽ, ലോകത്തിൻ്റെ അനുദിന സാഹചര്യങ്ങളിൽ നിറവേറ്റപ്പെടുകയാണ് ഇതൊരു കാര്യം. അതാണ് അൽമായർ. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യം, ഏതൊക്കെ മേഖലകളിലാണ് അൽമായർ ഏതെല്ലാം മേഖലകളിൽ ഈ ദൗത്യം നിറവേറ്റാൻ സാധിക്കും പ്രായോഗികമായിട്ട്. അപ്പോൾ സാറിനതൊക്കെ കൃത്യമായിട്ട് സാറ് ഇതേക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാവുന്നതല്ലേ. എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ട് 3 തലങ്ങളിൽ നമുക്ക്, ഒന്ന് കുടുംബത്തിൽ, രണ്ടാമത്തേത് നമുക്ക് ഇടവകകളിൽ ഉള്ള ഈ ഒരു സാക്ഷ്യമുണ്ട്, മൂന്നാമത്തേത് എന്ന് പറയുന്നത് ലോകത്തിലാണ്. വളരെ വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തിൽ, സഭയിൽ, ലോകത്തിൽ
എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്തോ ഞാൻ ഒന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 1:8 യേശു ശിഷ്യന്മാർ നിങ്ങൾ ലോകത്തിന് സാക്ഷിയാക്കുക, ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ആ 3 മേഖലയോടെ വരുന്നുണ്ടെന്ന്. അതായത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എന്നുള്ളതാണ്. എല്ലാവരെയും ഒന്നും, അതായത് കുടുംബം, അതായത് യൂണിവേഴ്സൽ വിറ്റ്നസ്സിങ്, അത് എല്ലാ മേഖലകളും വ്യാപരിക്കണം. അപ്പോൾ ഇവിടെ അതിന് ഇപ്പോൾ സാറ് പറഞ്ഞ അപ്പോസ്തല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറൂസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിൻ്റെ അതിർത്തി വരെയും സാക്ഷികളാകണം. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞത് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരിക്കണം, ഈ ഐക്യപ്പെട്ട് ഉള്ളവരായിരിക്കണം, ദൈവ ഐക്യത്തെ ജീവിക്കുന്നവരായിരിക്കണം. അവരാണ് ജെറൂസലേമിൽ എല്ലാ മേഖലകളും, ജെറൂസലേമിൽ യൂദയായിൽ യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്, സമരിയായിൽ സമരിയക്കാരെയും, പിന്നെ ലോകത്തിൻ്റെ അതിർത്തി വരെ വിജാതീയരെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വാസ്തവത്തിൽ എല്ലാ മേഖലകളും കുടുംബ സഭാസമൂഹം, വിശാലമായിട്ടുള്ള ഒരു സഭാസമൂഹം. അപ്പോൾ സഭാസമൂഹം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള ഇടവക സമൂഹമാണ് ഏറ്റവും അടുത്തുള്ള. പിന്നെ ഉള്ളത് രൂപത, പിന്നെ ആഗോള സഭ, അതുപോലെ തന്നെ ലോകം മുഴുവനും എന്നുള്ളത്. സഭയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ സാക്ഷ്യം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ സാക്ഷ്യം വഴിയായിട്ട് ക്രിസ്തുവിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടണം, ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 തലങ്ങൾ, അതിലാദ്യത്തെ തലമാണ് കുടുംബം. അപ്പോൾ ഇവിടെ കുടുംബത്തിലാണ് ഏറ്റവും ആദ്യം. അത് കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അതും രണ്ടാം വത്തിക്കാൻ സുനോഗദോസിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്, ഒരു സംഭാവനയാണ് എന്ന് പറയുമ്പോഴത്തേക്കും കുടുംബത്തിന് ഉള്ള ഒരു പ്രാധാന്യം. എൻ്റെ കാഴ്ചപ്പാടിങ്ങനെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ കുടുംബ തകർച്ചകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ കുടുംബത്തെ തകർത്താൽ സഭയെ തകർക്കാമെന്നുള്ള സാത്താൻ്റെ ഒരു തന്ത്രമാണ് അതിൻ്റെ പിന്നിലെന്ന്. അത് കുടുംബത്തെ കഴിഞ്ഞാൽ സഭയെ തകർക്കാം, അതുപോലെ തന്നെ ലോകത്തെ തകർക്കാം. ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിനൊരു പദ്ധതി ഉണ്ടല്ലോ, അപ്പോൾ അതും തകർക്കാം എന്നുള്ള ഒരു മനുഷ്യരാശിയെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ടിപ്പോൾ കുടുംബത്തെ തകർക്കാൻ വേണ്ടി ഇപ്പോൾ വിവാഹമോചനങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. ഓരോ രൂപതകളിൽ നിന്നൊക്കെ പറയുന്നതേക്കാം. വിവാഹം കഴിച്ച് 6 മാസം പോലും എത്തുന്നതിന് മുമ്പ് വിവാഹമോചനത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ വരും. അത് വിശ്വാസിൻ്റെ ഒരു തന്ത്രമായിരിക്കണം കുടുംബത്തെ തകർക്കാൻ. അപ്പം നമുക്ക് ഈ കുടുംബത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴേ എങ്ങനെ സാക്ഷിയാകും? കുടുംബം നമുക്കറിയാമല്ലോ, അതിനെ ഗാർഹിക ഡൊമസ്റ്റിക് ചർച്ച് എന്നാണ് പറയുന്നത്, അല്ലേ? ഗാർഹിക സഭ എന്ന് പറയുന്നത്, അതായത് സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പാണ് ഈ സഭയുടെ വീക്ഷണത്തിൽ, കത്തോലിക്ക സഭയുടെ വീക്ഷണത്തിൽ കുടുംബം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഗാർഹിക സഭ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് കഴിഞ്ഞാൽ, സഭ എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വാസികളുടെ കൂട്ടമാണ്, അല്ലേ? വിശ്വാസികളുടെ ഇതാണ്, ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് ഒന്നായി തീർന്ന മാമോദീസ സ്വീകരിച്ച ആളുകളുടെ ഗണമാണ്, സമൂഹമാണ്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിൽ വിവാഹിതരായിട്ടുള്ള ദമ്പതികൾ, സ്ത്രീയും പുരുഷനും ഒന്നിച്ച്, വിശ്വാസികളായിട്ടുള്ള ഈ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ക്രിസ്തുവിൽ ആശീർവദിക്കപ്പെട്ട് ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ഒരു കുടുംബത്തിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ വിശ്വാസിയുടെ ഒരു ചെറിയ സമൂഹം ഇവിടെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ക്രിസ്തുവിൽ ഒന്നിപ്പിക്കപ്പെട്ട ദമ്പതികൾ, സ്ത്രീയും പുരുഷനും, അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൗത്യം, ആ ദൗത്യം അവർ കൃത്യമായ വിധത്തിൽ, ശരിയായ വിധത്തിൽ, വേണ്ട വിധത്തിൽ നിർവഹിക്കുമ്പോൾ അവർ ലോകത്തിന് സാക്ഷിയാവുകയാണ്, ലോകത്തിൽ സാക്ഷിയാവുകയാണ്, ക്രിസ്തുവിന് സാക്ഷിയാവുകയാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം, സാറ് കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറയുന്ന ആളാണ്. അപ്പോൾ അവിടെ
വിവാഹ ജീവിതത്തിൻ്റെ ക്രൈസ്തവ വിവാഹത്തിൻ്റെ ലക്ഷ്യം സഭയെ സംബന്ധിച്ചിടത്തോളം എന്തെന്നുള്ളത് സ്നേഹസമ്പൂർണമായിട്ടുള്ള പരസ്പര സമർപ്പണം, സ്ത്രീയുടെയും പുരുഷൻ്റെ ദമ്പതികളുടെ പരസ്പര സമർപ്പണവും, പിന്നെ ഇതിൻ്റെ ഫലമായിട്ട് സമർപ്പണത്തിൻ്റെ ഫലമായിട്ട് ഉത്തരവാദിത്വപൂർണമായ അവർക്ക് നൽകപ്പെടുന്ന മക്കളുടെ വളർച്ച, നല്ല വളർത്തലും. ഇത് രണ്ടുമാണ്, അങ്ങനെയാണ് കണക്കുന്നത്, ഇത് രണ്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും വേണ്ട വിധത്തിൽ നിർവഹിക്കുമ്പോൾ കുടുംബത്തിൽ ഒരു സാക്ഷ്യം നൽകുകയാണ്. അതായത് ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിച്ചുകൊണ്ട് അവർ ജീവിക്കുമ്പോൾ നൽകുന്ന ഒരു സാക്ഷ്യമുണ്ട്. അല്ല, യേശു പറഞ്ഞത് നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾ എൻ്റെ ശിഷ്യരായിരിക്കും. അത് സാക്ഷ്യമാണ്. അത് പൊതുവായിട്ടുള്ള എല്ലാ ക്രൈസ്തവർക്കും ബാധിക്കുന്ന പൊതുവായിട്ടുള്ള, അതിൽ പ്രത്യേകമായിട്ടുള്ള വിധത്തിൽ ഈ ഒരു ബന്ധം, പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അതിലൊരു ഈ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ ഒരു ഗാഠമായിട്ടുള്ള ഒരു ഐക്യമാണ്. അവർ ഏക ശരീരമായി തീരും എന്ന് പറയുമ്പോഴത്തേക്കും ശാരീരികമായിട്ടുള്ളൊരു യൂണിയൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അത് ഒരു വ്യക്തി എന്നുള്ളൊരു, അതായത് ഒരേ മനസ്സോടുകൂടി ആ ഒരു ഇൻറ്റിമസിയെ കാണിക്കാൻ വേണ്ടി ഒരു ദൃഢമായിട്ടുള്ള ഒരു ഐക്യത്തിലേക്കാണ് അവർ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഐക്യത്തിലേക്കാണ് അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു യൂണിയൻ. അതിലാണ് സ്നേഹസമ്പൂർണമായിട്ടുള്ള പരസ്പര സമർപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമർപ്പണം എന്ന് പറയുന്നത് അത് സ്നേഹസമ്പൂർണമായിട്ടുള്ള സമർപ്പണമാണ്. അപ്പോൾ നമുക്ക് അതിൽ ആദ്യത്തെ ഒരു ലക്ഷ്യത്തിലേക്ക് വരിക, സ്നേഹസമ്പൂർണമായിട്ടുള്ള പരസ്പര സമർപ്പണം. അപ്പോൾ അതിൽ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവാണ്, ദൈവമാണ് ഇവരെ യോജിപ്പിച്ചത്, അല്ലേ? മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കുന്ന ദൈവം. ആ പഴയ നിയമത്തിൽ സാറ് ഒക്കെ നന്നായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം പഴയ നിയമത്തിൽ തന്നെ ഇതൊരു വലിയ കവനൻ്റാണ്, ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി ദൈവം ആ ഉടമ്പടിയുടെ എന്താണ് പറയുന്നത്, ഒരു സാക്ഷി, ഒരു മധ്യസ്ഥനാണ്. ശരിക്കും അത് ആ മലാക്കിയുടെ പുസ്തകത്തിലുണ്ട് അച്ഛാ, 2-ാം അധ്യായത്തിൽ 13-15. അപ്പോൾ അതൊന്ന് എനിക്ക് തോന്നുന്നു വളരെ പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഒരു അജ്ഞതയുള്ളൊരു കാര്യമാണ് ഈ കാര്യത്തെക്കുറിച്ച്. മലാക്കിയുടെ പുസ്തകം പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ്. അതൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ. എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഉടമ്പടി അനുസരിച്ച് നിൻ്റെ ഭാര്യയും സഖിയും ആയിരുന്നിട്ടും നീ അവിശ്വസ്തത കാണിച്ച നിൻ്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഏക ശരീരവും ഏകാത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹ മോചനത്തെ ഞാൻ വെറുക്കുന്നു. അത്ര ദൃഢമായിട്ടുള്ള ഒരു ഐക്യം, അല്ലേ? ഇതാണ് വേർപിരിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഐക്യത്തിലേക്കാണ് ദമ്പതികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട്, മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളതാണ്. ദൈവഭയത്തിൽ വളർത്തണം, അല്ലേ? അത് രണ്ടും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട. അല്ല, ആദ്യത്തേലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും എനിക്ക് വേണം അച്ഛാ, നമുക്ക് ആ ചിന്ത ഒരു നീണ്ടുപോകുന്ന ചിന്തയാണത്. നമുക്ക് കുറച്ച് ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതെനിക്ക് തോന്നുന്നു അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് ചെയ്യാം. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇത്രയും സമയം ചിന്തിച്ചുകൊണ്ടിരുന്നത് അൽമായർ എന്നുള്ള നിലയിൽ ഏതെല്ലാം മേഖലകളിലാണ്, ഏതെല്ലാം തലങ്ങളിലാണ് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തുടർന്ന് ഉള്ള എപ്പിസോഡിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഇന്ന് ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും
ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.